ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണ്, നമ്മുടെ പെയിൻറ്റ് അടിക്കുന്നതിന് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ റൂമിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഫുള്ള് ഈ ഒരു പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ 220 വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, അപ്പോൾ ആ സെയിം ദിവസം തന്നെ ഇന്നും അടിക്കാൻ പോകുന്നത്. അതാണ് ആ സെയിം ഉടുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇത്ര പെയിൻറ്റേ ഉള്ളൂ. ഇത് അവിടെ സ്വിറ്റൗട്ടിലൊക്കെ അടിച്ച പെയിൻറ്റിൻ്റെ ബാക്കിയാണ് കേട്ടോ. ബാക്കി പെയിൻറ്റ് വെച്ചാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് ഫുൾ അടിക്കാൻ പോകുന്നത്. ബാക്കി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് അടിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇപ്പോൾ ഇതൊക്കെ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ മാക്സിമം ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. ചുമ്മാ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം പെയിൻ്റ് അടിക്കുന്നതൊക്കെ ജസ്റ്റ് ടൈം ലാപ്സ് ആയിട്ട് കണ്ടിട്ട് വാ. ഗൈസ്, അപ്പോൾ വെളിയിലത്തെ ഭിത്തി ഫുൾ അടിച്ചേട്ടാ. ഫുൾ അടിച്ച് ഫസ്റ്റ് കോട്ട് മാത്രമേ അടിച്ചുള്ളൂ, സെക്കൻഡ് കോട്ട് അടിച്ചില്ല. ഈ സൈഡിൽ അടിച്ചില്ല, എപ്പോഴും അടിച്ചില്ല. തുടക്കം അവിടെ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ നിർത്തി. എന്ന് വെച്ചാൽ പെയിൻറ്റ് ഇതാണ്ട ഇത്രയും ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തും കൂടെ അടിക്കാമെന്ന്. അപ്പോൾ അത് അകത്തും കൂടെ അടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ ഭിത്തിയിലൂടെ അടിക്കാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അങ്ങനെയുണ്ട് പേഴ്സണൽ പെയിൻറ്റിങ് തന്നെ ക്ലിയറില്ലേ? ഓക്കെ, ഇതിപ്പോൾ അകത്തും കൂടെ അടിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ റൂമിൻ്റെ കിടപ്പുണ്ടോ, എൻ്റെ അമ്മ ഞാൻ തന്നെ ചെയ്തു വെച്ചാൽ. പക്ഷെ ഞാൻ തന്നെ 12 ഇരിക്കണം. ഇതെങ്ങനെ ഒതുക്കുമെന്ന് ഒരു രക്ഷയില്ലടോ, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഇപ്പം ഭിത്തി ഫുള്ള് ക്ലിയർ ആക്കി. ഇപ്പം പിന്നെ കുമ്മായം കിട്ടി. അപ്പോൾ കുമ്മായമൊക്കെ വെച്ചാണ് ഈ ഓട്ടയും ഹോളും കാര്യങ്ങളൊക്കെ അടച്ചത്. ഓഫ്, ഡാർക്ക്. ഇനിയിപ്പം ഇതെല്ലാം ഈ സൈഡ് മാത്രമേ പെയിൻറ്റ് അടിക്കുന്നുള്ളൂ കേട്ടോ. ഇതിന് ഈ സൈഡ് അടിക്കാൻ മാത്രമേ തികയത്തുള്ളൂ. അപ്പോൾ ഈ സൈഡ് അടിച്ചിട്ട് ഇതെല്ലാം പഴയ കണക്കിനെ സെറ്റാക്കും. പിന്നെ റൂം ഒന്ന് ക്ലിയർ ആക്കണം. കണ്ടില്ലേ, വൃത്തിയുടെയായി കിടക്കുക. ഇങ്ങനെ ഇപ്പം അല്ല, ഇതിന് മുമ്പേ വൃത്തിയുടെയായി കിടക്കുക. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആക്കണം, ഒന്ന് ഫുൾ സെറ്റാക്കി ആടിക്ക് പറക്കി വയ്ക്കണം. ഓക്കെ, അപ്പം നല്ല കിടിലൻ ജോലിയുണ്ട്. അപ്പം ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീട്ടിൽ കാണത്തുള്ളൂ. അപ്പോൾ വീട്ടിലുള്ള സമയമൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ എല്ലാവരും വൃത്തിയൊക്കെ ആക്കുക കേട്ടോ, സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഈ സൈഡിൽ ഫുള്ള് ഭിത്തി അടിച്ചു കഴിഞ്ഞ് ഇതിൽ പെയിൻറ്റ് ശകലം കൊണ്ട് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് കൊണ്ട് അടിക്കാൻ തയ്ക്കില്ല, എങ്കിലും കുറച്ചൊക്കെ അടിക്കും. അയ്യോ, ഈ ഭാഗത്ത് അടിച്ചില്ല കേട്ടോ. അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ടോ, എപ്പോഴാണ് ഫുള്ള് കഴിഞ്ഞത്. ഇടയ്ക്ക് വെച്ച് കോസ്റ്റ്യൂം ചെയ്തായിട്ട് മാറ്റിയായിരുന്നു കേട്ടോ. കുറച്ച് ബൈക്കിൻ്റെ സാധനങ്ങളൊക്കെ വണ്ടിയുടെ റാങ്കും കുറച്ച് സിലിണ്ടർ കിറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു.
ഇതൊക്കെ റൂമിൽ നിന്ന് തൽക്കാലം മാറ്റിയാണ്. ഇതൊക്കെ റൂമിൽ നിന്ന് മാറ്റി മോളിൽ കൊണ്ടുപോയിക്കാം, വീട്ടിൻ്റെ മോളിൽ കൊണ്ടുപോയിക്കാം. ഇവിടെ ഇരുന്നാലും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. മൊത്തം പൊട്ടിയ സാധനങ്ങളൊക്കെയാണ് കണ്ടോ. കംപ്ലൈൻ്റ് ആയ ടാഗും സെൻട്രൽ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൊത്തം ഇനി മോളിൽ ആക്കാൻ പോവുകയാണ്. റൂം ഫുള്ള് ഇനി നീറ്റായി സൂക്ഷിക്കാൻ പോവുകയാണ് കേട്ടോ. നിറച്ചും ബൈക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ Q10 ഹാൻഡിൽ തൊട്ട് ഡ്യൂക്കിൻ്റെ മിറർ, പൊട്ടി മിറർ, കാർബറേറ്റർ ഇല്ല, ബൈക്കിൻ്റെ സകല സാധനങ്ങളും തൽക്കാലത്തേക്ക് ഇവിടെ ആക്കി ഒന്ന് ഒതുക്കിയിട്ട് വേറെ ഏതെങ്കിലും നല്ല സ്ഥലം നോക്കി വയ്ക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കാണ്ട് മോൾ ഭാഗത്ത്, ഇവിടെ കൂടെ ഒന്ന് ലെവലാക്കിയിട്ട് ഇതൊക്കെ അടുക്കി പറിക്കി അവിടെ വയ്ക്കണേ. ഓക്കെ, അപ്പോൾ അതാ പിന്നെ റൂമിൽ വന്നു. അപ്പോൾ അതാണ്ട ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ ലെവലുണ്ട്. എന്ന് വെച്ചാൽ പെയിൻ്റ് അടിയല്ല, തറയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാണ്ട് ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. അതിനുശേഷം ഇതാ പുറത്തും നമ്മുടെ മേശയും മെത്ത ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഇതൊക്കെ ഫാനൊക്കെ വയ്ക്കണം, ഹോം തിയേറ്റർ കാര്യങ്ങളൊക്കെ ഇരിക്കണം. ഇപ്പോൾ ഇതൊക്കെ ഇനി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതൊക്കെ ഉള്ളിൽ കയറ്റണം. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടോ, ഉച്ചയായി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ലെവലിയാണ്ട് തളർന്നു പോയി. ഓക്കെ, അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, അതാ ഇവിടെയും പെയിൻറ്റ് അടിച്ചു. ഇവിടെ പച്ച കളർ അടിച്ച് ഇത് ബാക്കിലും അടിച്ചു കേട്ടോ. പെയിൻറ്റ് തേഞ്ഞില്ല, പച്ചവെള്ളമൊക്കെ മിക്സ് ചെയ്തൊക്കെയാണ് ഈ ഒരു പച്ച പെയിൻറ്റൊക്കെ അടിച്ചത്. ഇത് ഇതുപോലും ഉണ്ടായിരുന്നു, അതിൻ്റെ ഫുൾ അടിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെയൊക്കെ അടിക്കാൻ വേണ്ടി പെയിൻറ്റ് തീർന്നതായിരുന്നു കേട്ടോ. എങ്കിലും ഒരുവിധം തട്ടിമുട്ടിയൊക്കെ എല്ലായിടത്തും ഫിനിഷ് ആക്കി. ഇതൊക്കെ അതാ ഇവിടെ ഫുൾ അടിച്ച് പെയിൻറ്റ് ഫുള്ള് തീർന്നപ്പോഴാണ് ഈ ഒരു ഭാഗത്ത് അടിച്ചു കേട്ടോ. അപ്പോൾ പച്ച പെയിൻറ്റ് തുള്ളിത്തിനായിട്ട് തെറിച്ച് വിടണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ച് കവർ ചെയ്യാനും പെയിൻറ്റ് ഇല്ലാതായിപ്പോയി. അങ്ങനെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് പെയിൻറ്റ് അടിക്കാതെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇവിടെ റോസിയുടെ ഫ്ലക്സ് വെച്ചിട്ടില്ല. അപ്പോൾ അതേകത്തെ വേറെ ഫ്ലക്സ് ഇവിടെ അങ്ങനെ വയ്ക്കാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വിട്ടിരിക്കുക. അപ്പോൾ അതിനുള്ള ഗ്യാപ്പാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ വെളിയിലിട്ട സാധനങ്ങളൊക്കെ അകത്ത് കയറ്റണം, അതാണ് പരിപാടി. അപ്പോൾ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തുടയ്ക്കാനായിട്ട് അമ്മയെ വിളിച്ചിട്ടുണ്ട്. അപ്പം അമ്മയാണ് പകുതി വെച്ച് വന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മ നോക്കിയാണ്, അമ്മ ക്യാമറ ഉണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ, ടൈമിനകത്ത് നിന്നത്. അപ്പം ഇത്രനേരം അമ്മ അവിടെ നിന്ന് ചീത്തയെ വിളിക്കുന്നത്. കിട്ടിയാലില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ആകില്ല കേട്ടോ. അപ്പോൾ ഇവിടെ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സാധനങ്ങളൊക്കെ പറക്കി കുറേ നേരം പറയുന്നില്ല, ഇതിനകത്തിട്ട് വയ്ക്കുന്നില്ല. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാമേ. ഇവിടെ നിന്ന് കയറി പോയാൽ മതി. അപ്പോൾ അവിടെ റൂം വൃത്തിയാക്കി അമ്മയും മാവൻ്റെ മക്കളോടെ ചേർന്നാണ് നമ്മൾ സാധനമൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് കേട്ടാ. അപ്പോൾ ഇവർക്ക് 10 രൂപ വെച്ച് കൊടുത്ത് അമ്മയ്ക്ക് 20 രൂപ വെച്ചും കൊടുത്ത് അവർ പൈസ ചോദിച്ചപ്പം എന്നാലും കൊടുത്ത് അല്ലേ. അപ്പം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം എല്ലാം റൂമിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട ബോക്സുകളെല്ലാം ഈ സൈഡിലാക്കി കർട്ടനൊക്കെ മാറ്റി കേട്ടോ. അങ്ങനെ ഓൾറെഡി എല്ലാം കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കി പറക്കി വെച്ചാൽ മാത്രം മതി സാധനമല്ല അവിടെ. അപ്പോൾ താങ്ക് യു. ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം ഇത് വൃത്തിയാക്കുന്നതും കാര്യങ്ങളായിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വേണ്ട പാക്കിയാണ്. ഇനിയിപ്പോൾ കുറച്ച് ലെവൽ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇനിയിപ്പോൾ വീഡിയോ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.